ഹലോ, സീമോൾ ഇതേ നല്ല ഉറക്കമാണ് കേട്ടോ. ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അങ്ങനെ കിടന്നുറങ്ങിയിട്ടുള്ളതാണ്. അപ്പം ഞാനിത് അവിടെ തന്നെ ഉണ്ട്. ഞാൻ സീമോളുടെ കൂടെ ഇരിക്കുകയായിരുന്നു ഫോണിലൊക്കെ നോക്കിയിട്ട്. പിന്നെ വേഗം വന്നു, ഒരു 3 മണിയൊക്കെ ആയിരിക്കണം. അപ്പോൾ വന്നിട്ട് ചായക്ക് വെള്ളം വെക്കുകയാണ് കേട്ടോ. ചേട്ടന്മാർക്ക് പണിക്ക് ചേട്ടന്മാരുണ്ട്, അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കട്ടൻ ചായയുടെ കൂടെ പിന്നെ എന്തെങ്കിലും കഴിക്കാനും വെച്ചെടുക്കും കേട്ടോ. ഇന്ന് മിക്സ്ചറാണ് കേട്ടോ വെച്ചെടുക്കുന്നത്. ഇതൊക്കെ ഞാൻ രാവിലെ ആരിനെ കൊണ്ടാക്കാൻ പോകുന്ന സമയത്ത് അവിടെ നിന്നുള്ള കടയിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പം അത് പൊട്ടിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, കവറിൽ അങ്ങനെ ഇട്ട് വെച്ചിരിക്കുകയാണ്. ഒരു പാക്കറ്റ് വാങ്ങിയിട്ടുണ്ട് വെച്ചെങ്കിൽ അതൊരു നേരത്തേക്ക് കൊടുക്കാനുള്ളതാണ്. 3 പേരുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഒരു പാക്കറ്റ് അങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുക്കും. ബേക്കറി ഐറ്റംസൊക്കെ എടുത്ത് വയ്ക്കുമ്പോഴേക്കും ചായ അവിടെ റെഡി കേട്ടോ. അപ്പം ഞാനതൊരു കപ്പിലേക്ക് ഒഴിച്ച് വെച്ചിട്ട് കൊണ്ടുകൊടുക്കാൻ പോവുകയാണ്. അവർക്ക് ചായ കൊണ്ടുവയ്ക്കുന്നതിൻ്റെ മുന്നേ തന്നെ ഞാൻ പിന്നെ പാൽ ഒഴിച്ചിട്ടുള്ള ചായ റെഡിയാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അമ്മ ഇപ്പോൾ ആരിനെ കൊണ്ടാക്കുന്നതിൻ്റെ മുന്നേയിട്ട് അമ്മ വരും. അപ്പോൾ ഞാൻ വിചാരിച്ചു അമ്മയ്ക്ക് ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി കൊടുക്കാമെന്ന്. ചായ വെക്കുന്നതിൻ്റെ ഇടയിൽ സൗണ്ട് കേട്ടിട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ അതാ സിയമോളും ഉറക്കത്തുനിന്ന് തന്നെ എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വരുമ്പോൾ അവൾക്ക് മൂത്രം ഒഴിക്കാനുള്ള പാത്രം കൂടി എടുത്തിട്ടാണ് വന്നിട്ടുള്ളത്. എന്നിട്ട് അതിൽ തന്നെ ഇരുന്നിട്ട് മൂത്രം ഒഴിക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ പോയിട്ട് നേരെ എടുത്തി കൊടുത്തതാണ്. ഇല്ലാച്ചെങ്കിൽ പിന്നെ ആ മൂത്രമൊക്കെ താഴെ പോവും. അപ്പം നേരെ എടുത്തിയപ്പോൾ പിന്നെ അതിലിരുന്നിട്ട് അങ്ങനെ മൂത്രം ഒഴിച്ചു. പിന്നെ അത് രാവിലത്തെ പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് വർക്ക് ഏരിയയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഞാൻ ഇവിടെ അടുക്കളയിൽ കൊടുന്ന് വയ്ക്കുക കേട്ടോ. പാത്രം വാഷ് ചെയ്തതൊക്കെ എടുത്തൊക്കെയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ പാൽ വെച്ചു. ആരും വരുമ്പോഴേക്കും പിന്നെ ആരിനെ ഞാൻ പോയി കൂട്ടിക്കൊടുന്നു. ആരെയും കുളിയൊക്കെ കഴിഞ്ഞ് ഒന്ന് ചായ കുടിക്കാതിരിക്കുമ്പോഴാണ് ഏട്ടൻ വിളിച്ചത്. അപ്പോൾ ഏട്ടനായിട്ട് കുറച്ച് നേരം സംസാരിച്ചു. പിന്നെ നോക്കുമ്പോൾ പുറത്ത് നല്ല മഴ. അപ്പോൾ ഞാനിങ്ങനെ പുറത്ത് വന്ന് നോക്കുക കേട്ടോ. പെട്ടെന്നായിരുന്നു മഴ. ആര്യന് കുറേ ഹോംവർക്കൊക്കെ ചെയ്യാണ്ട്. അപ്പോൾ അവൻ അതൊക്കെ വേഗം ഇരുന്ന് ചെയ്യുക കേട്ടോ. അതിൻ്റെ ഇടയിൽ അമ്മയ്ക്ക് എവിടെ നിന്ന് ചക്ക കിട്ടിയപ്പോൾ അമ്മ ചക്കയിട്ട് വന്നിട്ടുണ്ട്. ചക്ക കണ്ടപ്പോൾ തന്നെ ആര്യന് നല്ല ഇഷ്ടമാണ്. ആര്യനും സീമോൾക്കൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ അത് ആര്യം ഞാൻ പറിച്ചു കൊടുക്കണതിൻ്റെ മുന്നേ തന്നെ ആര്യം എടുത്തിട്ട് കഴിക്കുക കേട്ടോ. പിന്നെ അത് പഴുത്തിട്ടൊന്നും എനിക്കൊക്കെ പറ്റിയ ചക്കയാണ് കേട്ടോ അത്. സീമോള് ഡോറ് തുറക്കരുതെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ സേഫ്റ്റി ലോക്കൊക്കെ അവിടെ വെച്ചിട്ടുള്ളത്. പക്ഷേ അവൾ അതൊക്കെ തുറന്നിട്ട് വീണ്ടും അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കളിക്കുകയാണ്. ചക്കൊക്കെ ഞാൻ അവിടെ എടുത്ത് വെച്ചുട്ടാ. ഇന്നൊന്നും ചെയ്യണില്ല. എന്നിട്ട് വന്നിട്ട് ഞാനിതാ വിളക്ക് കാണിക്കുകയാണ്. അപ്പോൾ വിളക്ക് കാണിക്കുമ്പോൾ കുട്ടികളെ രണ്ടാളും വിളിച്ചിട്ട് തൊഴിക്കുകയാണ് കേട്ടോ. വിളക്ക് കാണിക്കൽ കഴിഞ്ഞിട്ട് പിന്നെ ഭക്തിഗാനം വെച്ച് കേൾക്കാക്കി നല്ല ഇഷ്ടം കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ അവിടെ ഓൺ ചെയ്ത് വെച്ചിട്ട് ഷെമോൾക്കൊരു കോഴിമുട്ട ഉണ്ടാക്കുക. ഞങ്ങൾ പാട്ടൊക്കെ കേട്ടിട്ട് കോഴിമുട്ട കഴിക്കാൻ പോവുകയാണ് കേട്ടോ.